ആപ്കി അദാലത്തിൽ ക്രിക്കറ്റർ ഗൗതം ഗംഭീറിന്റെ മേലുള്ള കുറ്റാരോപണം. ഇദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം വരുന്നു എന്നുള്ളതാണ്. ഗൗതം, താങ്കളെ ഞങ്ങൾ എപ്പോഴൊക്കെ ഫീൽഡിൽ കാണുന്നോ അപ്പോഴെല്ലാം താങ്കൾ വളരെ ടെൻസായിട്ടാണുള്ളത്. മുഖത്തിലും ദേഷ്യമുണ്ട്, താങ്കളുടെ കണ്ണുകളിലും ദേഷ്യമുണ്ട്. അത് ദേഷ്യമല്ല, അത് പാഷനാണ്. നമ്മുടെ പാഷനിൽ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു ദേഷ്യം വരികയാണെങ്കിൽ അത് ജയിക്കാനുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ്. ഇന്ത്യക്ക് വേണ്ടി കളിക്കുമ്പോൾ നമുക്ക് ഫീൽഡിൽ ഇറങ്ങി ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ. ജയിച്ചതിന് ശേഷം, റിസൾട്ടിന് ശേഷം നമുക്ക് എത്ര വേണമെങ്കിലും എൻജോയ് ചെയ്യാം. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൺട്രിക്ക് വേണ്ടി കളിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കൊരു ദൗത്യം അവിടെ ഉണ്ട്. ജനങ്ങൾ നമ്മുടെ മേൽ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ടുണ്ട്. മൈതാനത്തിൽ നമ്മുടെ 100% നമ്മൾ പുറത്തെടുക്കണം. മാച്ചിന് ശേഷം നമുക്ക് എൻജോയ് ചെയ്യാൻ ഒരുപാട് സമയമുണ്ടല്ലോ. മിസ്റ്റർ ക്യാപ്റ്റൻ കൂൾ മഹേന്ദ്ര സിംഗ് ധോണി താങ്കൾക്ക് എങ്ങനെ കൂളായിരിക്കണമെന്ന് പറഞ്ഞു തരില്ലേ? ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ സ്റ്റൈൽ ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ സ്റ്റൈലിൽ അദ്ദേഹം അങ്ങനെയാണ്. മാച്ച് കളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെതായ ഒരു സ്റ്റൈലുണ്ട്. മറ്റുള്ള ഒരാളെ പോലെ ആവണമെന്ന് ഞാൻ ഒരിക്കലും ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. തുടക്കം മുതൽ തന്നെ ഞാൻ എൻ്റെതായ സ്റ്റൈലിൽ തന്നെയാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. ഇതിനകത്ത് മാറ്റാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും. അതായത് റിസൾട്ട് ഒന്നും നമ്മുടെ കയ്യിലല്ല. നമ്മൾ 100% ശ്രമിക്കണം. അതിനുശേഷം എന്ത് സംഭവിക്കുന്നെന്ന് നമ്മൾ നോക്കുക. എൻ്റെ ഒരു ഫിലോസഫി പ്രകാരം ഏത് മാച്ച് തന്നെ ആയാലും വിജയം എന്നത് വളരെ പ്രധാനമാണ്. ബിക്കോസ് അൾട്ടിമേറ്റ്ലി നിങ്ങൾ എത്രയൊക്കെ തന്നെ പെർഫോം ചെയ്തിട്ടും അവസാനം തോറ്റുപോവുകയാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് ഒന്നും തന്നെ സന്തോഷം നൽകുകയില്ല. നമ്മൾ 100% പെർഫോം ചെയ്താലും 200% ചെയ്താലും മൈതാനത്തിൽ 2 ടീമുകൾ ഇറങ്ങും. അതിനകത്തുനിന്ന് ഒരു ടീം മാത്രമേ ജയിക്കുകയുള്ളൂ. നമ്മുടെ ടീം ജയിച്ചാൽ നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. അതല്ലാതെ ഞാൻ മാക്സിമം ശ്രമിച്ചു നോക്കി, മാക്സിമം കളിച്ചു നോക്കി, എനിക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ദുഃഖിക്കുന്നതിന് പകരം ജയിക്കുക തന്നെയാണ് പ്രധാനം. ജയം തന്നെയാണ് പ്രധാനം. പിന്നെ റിസൾട്ടിന് ശേഷമാണ് എൻജോയ്മെന്റ് ചെയ്യേണ്ടത്. 6-7 മണിക്കൂർ നമ്മൾ ഗ്രൗണ്ടിൽ ഉള്ളിടത്തോളം നേരം ആ നേരത്ത് നമുക്ക് ജയിക്കുന്നതിനെ പറ്റി മാത്രമായിരിക്കണം ചിന്ത, ക്രിക്കറ്റിനെ പറ്റി മാത്രമായിരിക്കണം ചിന്ത. ഞങ്ങൾ തോറ്റുപോയല്ലോ എന്ന് താങ്കൾ ശരിക്കും ഫീൽ ചെയ്തൊരു മാച്ച് എന്ന് വെച്ചാൽ അത് ഏതായിരിക്കും? ഒരു മാച്ച് മറക്കാൻ പറ്റില്ല. ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെതിരെ. ആ മാച്ചിൽ ഞങ്ങൾ ജയിക്കേണ്ടതായിരുന്നു. അന്ന് ഞാൻ 57 റണ്ണെടുത്ത് റണ്ണൌട്ടായി. ആ സമയത്ത് ഞാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും എനിക്കതൊരിക്കലും മറക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ മനസ്സിൽ നിന്നത് മായുന്നേയില്ല. കാരണം ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞങ്ങളന്ന് പാകിസ്ഥാനെതിരെ കളിച്ചത്. അതിനു മുന്നേ യൂനിസ് ഖാൻ ഒരു കമന്റ് കൊടുത്തിരുന്നു. അതായത് എങ്ങനെയെങ്കിലും ഇന്ത്യയെ തോൽപ്പിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും പറഞ്ഞ്. ഒബ്വിയസ്ലി എനിക്ക് ആ ഒരു കാര്യവും വളരെ മോട്ടിവേഷനായിട്ട് തോന്നിയിരുന്നു. ഞാൻ എങ്ങനെയാണ് ആ മാച്ചിൽ കളിച്ചത്, ഞാൻ എങ്ങനെയാണ് ആ മാച്ചിൽ റണ്ണൌട്ടായത്, ആ കാര്യങ്ങൾ എനിക്ക് ഇപ്പോഴും മറക്കാൻ സാധിക്കുന്നില്ല. ആ മാച്ചിൽ ജയിക്കാൻ കഴിയാത്തതിൻ്റെ കുറ്റബോധം എനിക്ക് ഇപ്പോഴും ഉണ്ട്. താങ്കൾക്ക് ആ റണ്ണൌട്ട് ഓർമ്മ കാണും. പക്ഷേ 2003 താങ്കൾക്കോ അഫ്രീദിക്കോ ഉള്ള ആ വഴക്ക് അത് ജനങ്ങൾ ഒരിക്കലും മറക്കില്ല. അതായത് ഹീറ്റ് ഓഫ് ദ മൊമെന്റ് എന്ന് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. ഇന്ത്യക്കും പാകിസ്ഥാനും ലാംഗ്വേജ് ഒന്ന് തന്നെയാണ്. വേറെയും ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതൊക്കെ വളരെ പേഴ്സണലായിട്ടും മാറും. അങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥിരം നടക്കാറുള്ളതാണ്. മേ ബി അതിനുശേഷം ഞാൻ റിയലൈസ് ചെയ്തു ആ സമയത്ത് ഞാൻ എത്രമാത്രം ഫോമിലായിരുന്നു എന്ന് വെച്ചാൽ, ഒരുപക്ഷെ അതിനുശേഷം എന്നെ ബാൻ ചെയ്താലും, ഒരുപക്ഷെ ഇന്ത്യ 1, 2, 3 മാച്ചുകൾ തോറ്റുപോയാലും അന്നൊക്കെ ഞാൻ എന്നെ മാത്രമായിരുന്നു ബ്ലെയിം ചെയ്യുക. കാരണം എൻ്റെ അവസ്ഥ അന്ന് അത്രയും മോശമായിരുന്നു. അല്ല, ആ കാര്യങ്ങളൊന്നും എനിക്കിപ്പോൾ തൽക്കാലം പറയാൻ സാധിക്കില്ല. ബിക്കോസ് അതൊക്കെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ അവരന്ന് ഉപയോഗിച്ച വാക്കുകൾ, ക്രിക്കറ്റിൽ ഇതൊക്കെ വളരെ സാധാരണയായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനിൽ പറഞ്ഞാണ് വഴക്കുണ്ടാക്കിയെന്ന് ജനങ്ങളോടൊന്ന് പറയാൻ സാധിക്കും? അതെ സർ, പറയാൻ പറ്റില്ല. അതിനുശേഷം കുറച്ചുനാൾ കഴിഞ്ഞ് കമ്രാൻ അക്മലിന്റെ അടുത്തും വഴക്കുണ്ടാക്കിയെന്ന് കേട്ടു. അതായത് കമ്രാൻ അക്മലുമായിട്ട് എനിക്ക് വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് അല്ല എന്നൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷേ ഫീൽഡിനകത്ത് എന്താണ് സംഭവിക്കുകയെന്ന് വെച്ചാൽ, അവരും ജയിക്കാൻ വേണ്ടി ശ്രമിക്കും, നമ്മളും അതിനുവേണ്ടി ശ്രമിക്കും. മാച്ചിനിടയ്ക്ക് ഞാനൊരു ഷോട്ട് അടിച്ചിരുന്നു. അവരതിന് അപ്പീൽ ചെയ്തു. ഞാനപ്പോൾ നോട്ടൗട്ട് തന്നെയാണ്, നോട്ടൗട്ടാണെന്ന് ഞാനും അവരോട് പറഞ്ഞു. വെറുതെ അപ്പീൽ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അതിനുശേഷം ആ സംഭവം കുറച്ച് വഷളായി. കോൺവെർസേഷൻ വല്ലാത്ത രീതിക്ക് മാറിപ്പോയി. തർക്കം പിന്നീട് റിയാക്ഷനിലേക്ക് മാറി. പിന്നെ എക്സ്ചേഞ്ച് ഓഫ് വേർഡ്സും വളരെ മോശമായി. ഭയങ്കര ഹീറ്റായിട്ടുള്ള മൊമെന്റ് ആയിരുന്നു. വളരെ ഇമ്പോർട്ടന്റ് സ്റ്റേജിലായിരുന്നു ആ മാച്ച്, അതും ഏഷ്യ കപ്പ്. അന്ന് ജയിക്കുന്നവർ അടുത്ത സ്റ്റേജിലേക്ക് ക്വാളിഫൈ ആവും. ഒരുപക്ഷെ ആ സമയത്ത് ഞാൻ ഔട്ട് ആവുകയാണെങ്കിൽ ടീം ജയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാവുമായിരുന്നു. എന്തായാലും ഷാഹിദ് അഫ്രീഡിയായിട്ട് നടന്ന രീതിക്കുള്ള സംഭവമൊന്നും എനിക്ക് കമ്രാൻ അക്മലിന്റെ കൂടെ നടന്നിട്ടില്ല. പക്ഷേ കമ്രാൻ അക്മൽ വളരെ അപ്പീൽ ചെയ്യുന്ന ആളാണ്. കമ്രാൻ അക്മൽ മാത്രമല്ല, മുഴുവൻ പാകിസ്ഥാൻ ടീമും അങ്ങനെയാണ്. പക്ഷെ അക്മൽ കീപ്പ് ചെയ്യുന്ന സമയത്ത് പുറയുന്ന സൗണ്ട് വന്നുകൊണ്ടിരിക്കും, സബാഷ് സബാഷ് എന്ന്. ശരിയല്ലേ? അപ്പോൾ ആ ബാറ്റ്സ്മാൻ ഡിസ്റ്റർബ് ആവുന്നത് സത്യമല്ലേ? അതൊക്കെ ശീലമായി പോയി. അവർ ഒച്ച വെക്കുന്നത് നോക്കി നിന്നാൽ നമ്മളെ കൊണ്ട് കളിക്കാൻ പറ്റില്ല. ചെവി വേദനിക്കുന്ന രീതിക്ക് അവർ ഒച്ച വയ്ക്കും. അപ്പോൾ മനഃപൂർവ്വം നമ്മുടെ കോൺസെൻട്രേഷൻ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ അവരങ്ങനെ ചെയ്യുന്നത്? അതായത് ഓരോ കീപ്പറും ഡിഫറൻ്റ് ആണ്. ഓരോരുത്തരും ഓരോ ഇൻഡിവിജ്വലാണ്. നമ്മൾ ധോണിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെ ഒച്ച വയ്ക്കില്ല.
പക്ഷേ അക്മൽ ഒച്ച വെക്കും. അത് അദ്ദേഹത്തിന്റെ ഓൺ തിങ്കിങ് ആണ്. ഓരോ കീപ്പറും ഇൻഡിവിജ്വലായിട്ട് വളരെ ഡിഫറന്റ് ആയിരിക്കും. ഇന്റർനാഷണൽ ക്രിക്കറ്റിനെ നോക്കുകയാണെങ്കിൽ ഇതൊന്നും വളരെ ബോധറാവേണ്ട ആവശ്യമില്ല. ഓരോരുത്തരും ഫീൽഡിൽ ഒച്ച വെക്കും, പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കേണ്ടതില്ല. പക്ഷെ പല സമയത്തും അതൊരു പ്രഷർ ക്രിയേറ്റ് ചെയ്യും. നിന്നുകൊണ്ട് താങ്കളെ ചെവിയുടെ അടുത്താണ് ബഹളം വെക്കുന്നത്. ക്രിക്കറ്റിലെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ ബോളർ ബോളിംഗ് ചെയ്യാൻ വരുന്ന സമയത്ത് ആ സമയത്ത് എല്ലാവരും സൈലന്റ് ആയിട്ട് ഇരിക്കേണ്ടത് പ്രധാനമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വളരെ കാര്യമാക്കാറില്ല. നമ്മൾ പ്രഷറുള്ള സമയത്ത് നമ്മുടെ അടുത്തുള്ള ഫീൽഡർ വല്ല ഒച്ചയും വെക്കുകയാണെങ്കിൽ നമ്മുടെ പ്രഷർ കൂടാൻ ചാൻസ്. താങ്കൾക്ക് ഓസ്ട്രേലിയൻ പ്ലേയേഴ്സിന്റെ കൂടെ വഴക്കുണ്ടാകുന്ന സമയത്ത് അതിന്റെ കാരണം എന്തായിരിക്കും? പാകിസ്ഥാനെ കുറിച്ച് നമുക്ക് മനസ്സിലാവും, അതിന്റെ സെന്റിമെന്റ് വേറെയാണ്. അതായത് പല വർഷങ്ങളായിട്ട് ഇന്ത്യയും ഓസ്ട്രേലിയയും രണ്ടുപേരും വേൾഡിലെ തന്നെ ടോപ്പ് ടീമുകളാണ്. ഓസ്ട്രേലിയക്ക് ഇതുവരെ നല്ല കോമ്പറ്റീഷൻ കൊടുത്ത ടീമുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ അതിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയെ തോൽപ്പിച്ചിട്ടുണ്ട്, അതിൽ നോ ഡൗട്ട്. പിന്നെ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചത് ഇന്ത്യയാണ്. അത് ഇന്ത്യയിലും ശരി ഓസ്ട്രേലിയയിലും ശരി. ജനങ്ങൾ വളരെയധികം സന്തോഷപ്പെട്ടു റിക്കി പോണ്ടിങ്ങിന്റെ അരകന്റെ ഗൗതം ഗംഭീർ ചാലഞ്ച് ചെയ്തെന്ന്. ഓസ്ട്രേലിയയിലേക്ക് ഞങ്ങൾ കളിക്കാൻ പോകുമ്പോൾ എപ്പോഴും ഞാൻ എൻ്റെ ബെസ്റ്റ് മൊമെന്റുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കും. ജനങ്ങളെ ഞങ്ങൾ അറിയിക്കാൻ ശ്രമിക്കും, ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡ്, വൺ ഓഫ് ദ ബെസ്റ്റ് ടീം ഇൻ ദ വേൾഡ്. നമ്മൾ ഇനിയും റൺ എടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരും. IPL മാച്ചിൽ ഞാൻ കേട്ടിരുന്നു താങ്കൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി കളിക്കുന്ന സമയത്ത് ഡാനിയലിന്റെ കൂടെ താങ്കൾക്ക് എന്തോ വഴക്കുണ്ടായെന്ന് കേട്ടു. ഡാനിയൽ കൃഷ്ണനെ പറ്റി എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഇന്ററാക്ഷൻ ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഇദ്ദേഹത്തെ പറ്റി ഇത്ര കാര്യങ്ങളെ അറിയൂ, കൂടുതൽ അറിയാൻ ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. പക്ഷേ TV-യിൽ ജനങ്ങൾ കാണുന്ന സമയത്ത് മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജനങ്ങൾ എന്താ കരുതിയെന്ന് വെച്ചാൽ ഗൗതം ഗംഭീറിനെ വിടുകയാണെങ്കിൽ കഴുത്ത് ഞെരിച്ച് കളയുന്ന ഒരു ഫീൽ ആയിരുന്നു അപ്പോൾ നടന്നത്. ഇല്ല സർ, ഞാൻ അത്രയ്ക്കൊന്നും ശക്തിയുള്ളവനല്ല ഒരാളുടെ കഴുത്ത് പിടിക്കാൻ മാത്രം. ഞാൻ ശ്രമിക്കുക ഒരു മാച്ചിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ജയിക്കാൻ മാത്രമാണ്, അതല്ലാതെ വേറൊന്നും ഞാൻ നോക്കാറില്ല. പക്ഷേ പേപ്പറിൽ ഇതുപോലത്തെ ന്യൂസൊക്കെ വരും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറുണ്ട്. ഗംഭീറിന് വീണ്ടും ദേഷ്യം വന്നു, പക്ഷേ കൊടുങ്കാറ്റ് വരാതെ പോയെന്ന്. അതായത് അങ്ങനെയൊന്നും ഇല്ല സർ, ഒരിക്കലും അങ്ങനെ ഒരു കൊടുങ്കാറ്റൊന്നും ഉണ്ടായിട്ടില്ല. ചില സമയത്തൊക്കെ ദേഷ്യം വരും, അത്രയേ ഉള്ളൂ. ആസ് എൻ ഇൻഡിവിജ്വൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെച്യൂറായിട്ട് മാറും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷെയ്ൻ വാട്സന്റെ ഒരു ഇൻസിഡന്റ് നടന്ന സമയത്ത് തന്നെ ബാൻ ചെയ്തു. അതിൽ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ ഒരിക്കൽ പോലും ബാൻ ആകരുതെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. ബിക്കോസ് ബാൻ എന്ന് വെച്ചാൽ നമ്മുടെ മേൽ ചുമത്തുന്ന ഒരു വലിയ ടാഗ് തന്നെയാണ്. അത് നീക്കം ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അതൊരിക്കലും ഉണ്ടാവാതിരിക്കുന്നതാണ് നല്ലത്. ഞാൻ ഒരുപാട് കൺട്രോൾ ചെയ്യും. വൺസ് ഇൻ എ വൈൽ ചെറിയ ചെറിയ ആർഗ്യുമെന്റുകളൊക്കെ നടക്കും. അതിനെന്ത് ചെയ്യാൻ പറ്റും? ആർഗ്യുമെന്റ് ഒക്കെ ശരിയാണ്, പക്ഷേ ഈ കയറ്റുന്നതൊക്കെ ശരിയാണ്. അത് പിന്നെ ഓണസ്റ്റ്ലി എനിക്കിപ്പോഴും തോന്നുന്നത് ഞാൻ വേണമെന്ന് വെച്ച് ചെയ്തതല്ല, ഓട്ടോമാറ്റിക്കായിട്ട് വന്നതാണ്. ഞാൻ സെക്കൻഡ് റണ്ണിന് വേണ്ടി ടേൺ ചെയ്തു, പക്ഷേ പ്രതീക്ഷിക്കാത്ത രീതിക്ക് അത് വന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിക്ക് തന്നെ റഫറി എന്നെ ബാൻ ചെയ്യുകയും ചെയ്തു. ഇറ്റ്സ് ഫൈൻ. അതിനുശേഷം ഒരിക്കലും അങ്ങനെയൊന്നും നടക്കാൻ പാടില്ല എന്നുള്ള രീതിക്ക് ഞാൻ എന്നെ കൺട്രോൾ ചെയ്തു. ഗൗതം, നമ്മൾ ഫൈനൽ ജയിച്ചതിന് ശേഷം അഫ്രീദി പാകിസ്ഥാനിലേക്ക് പോയി ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിരുന്നു. അതായത് താങ്കളെ റഫർ ചെയ്താണ്. അദ്ദേഹം പറയുന്നത് ഇന്ത്യയിലുള്ളവരുടെ ഹൃദയം പാകിസ്ഥാനിലുള്ളവരുടെ കൂട്ട് വലിയ ഹൃദയമല്ല, വളരെ വിശുദ്ധമായ നല്ല ഹൃദയം അവർക്കാർക്കുമില്ലെന്ന് താങ്കളെ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ഞാൻ അഫ്രീദിയോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം മാത്രമാണ്. അദ്ദേഹം തുടങ്ങിയ കാലത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത്. അദ്ദേഹം ഇൻഡിവിജ്വലി വളരെ മെച്യൂർഡ് ആയിട്ടില്ല. അതായത് അദ്ദേഹം 16 വയസ്സിൽ ഡെബ്യൂട്ട് കൊടുത്ത ആളാണ്. അദ്ദേഹത്തിന്റെ മാനസിക വളർച്ച ഇപ്പോഴും ആ 16 വയസ്സുകാരൻ്റെ തന്നെയാണ്. അദ്ദേഹം കമന്റുകൾ ചെയ്യുന്ന രീതി അങ്ങനെയാണല്ലോ. ഇതിനപ്പുറം എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ വേൾഡ് കപ്പ് ജയിക്കുകയാണെങ്കിൽ ഞങ്ങളത് 26/11 വിക്ടിംസിന് ഡെഡിക്കേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിൽ വേറെ കോൺട്രവേഴ്സി ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. ഇതെന്റെ പേഴ്സണൽ വിഷ് മാത്രമായിരുന്നു. പക്ഷേ അഫ്രീദിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഈ കാര്യം വേറെ എല്ലാവരോടും ഇത്രയും സീരിയസ് ആവാൻ കാരണം താങ്കൾ പറഞ്ഞിരുന്ന വാക്കാണ്. അതായത് ഞങ്ങൾ ഈ വിജയം ഡെഡിക്കേറ്റ് ചെയ്യാൻ പോകുന്നു, അതായത് 26/11 മരിച്ചുപോയ അവർക്ക് വേണ്ടി. എക്സാക്ട്ലി, അതെന്റെ ഒരു പേഴ്സണൽ വിഷായിരുന്നു. ഒരുപക്ഷെ ആരെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി എല്ലാവർക്കും ഒരു വിഷ് ഉണ്ടാവും. അത് മാത്രമാണ് ഞാനും പറഞ്ഞത്. ഞാൻ അവർക്ക് ഒരു ട്രിബ്യൂട്ട് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചു 26/11 വിക്ടിംസിന്. ഞാൻ പറഞ്ഞ കാര്യം അവർ വേറെ രീതിക്ക് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അദ്ദേഹം 16 വയസ്സിൽ എങ്ങനെയാണോ ഇരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് എന്ന്. എന്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഇനിയും മെച്ചൂർഡ് ആവാനുണ്ട്. ഇതുവരെ അങ്ങനെ ആയിട്ടില്ല, ഇനി ആവോ എന്നുള്ളതും എനിക്കറിയില്ല. ഗൗതം, ഇത് സത്യമാണോ? താങ്കൾ ക്രിക്കറ്റ് കളിക്കാതെ ഇരുന്നിരുന്നെങ്കിൽ താങ്കൾ ആർമിയിൽ ചേരുമായിരുന്നെന്ന്? 100%. ഐ തിങ്ക് എന്റെ പാഷൻ, എന്റെ ഫസ്റ്റ് ലവ് ഇതെല്ലാം ആർമിയാണ്. ഇത് എന്റെ കുട്ടിക്കാലം മുതലേ ഉണ്ട്. ഒരുപക്ഷെ ആരെങ്കിലും എന്നോട് എന്റെ അൾട്ടിമേറ്റ് എയിം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയും ഏതെങ്കിലും ഒരു രീതിയിൽ ഞാൻ ആർമിയുമായിട്ട് കണക്ട് ആവണോ എന്നത്. ആർമിയിലുള്ളവരെ എങ്ങനെയെങ്കിലുമൊക്കെ സഹായിക്കണം, ഇതാണ് എന്റെ അൾട്ടിമേറ്റ് എയിം. ആൻഡ് സ്കൂളിലുണ്ടായിരുന്ന സമയത്തും ആർമിയിൽ ചേരാനായിരുന്നു ഞാൻ വളരെ ആഗ്രഹിച്ചത്. ബട്ട് ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ 12th പഠിക്കുമ്പോൾ രഞ്ജി ട്രോഫി കളിച്ചു. വീട്ടിലെല്ലാവരും വിചാരിച്ചത് ഞാൻ വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടി ഇനി ഒരു സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ എന്ന്. ഞാൻ രഞ്ജി ട്രോഫിയിൽ നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ എനിക്ക് ഇന്ത്യൻ ടീമിലും കളിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 12th പഠിക്കുമ്പോൾ രഞ്ജി ട്രോഫി കളിച്ചു. അത് ഞാൻ തുടർന്നും കളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇപ്പോഴും എൻ്റെ ഏറ്റവും വലിയ പാഷൻ ആർമി തന്നെയാണ്.
അതായത് താങ്കൾക്കുള്ളിൽ അഗ്രസീവ് ഉണ്ട്, ദേഷ്യമുണ്ട്, ഇതെല്ലാം മൊത്തത്തിൽ കൊണ്ടുപോയി പാകിസ്ഥാന്റെ തലയിലിടാനാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്. അല്ല സാർ, അത് പിന്നെ സാർ പാകിസ്ഥാനെതിരായിട്ടെന്നതല്ല, പക്ഷെ എൻ്റെ കൺട്രിക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. ബിക്കോസ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കളിക്കുന്നവരിൽ ഇൻഡിവിജ്വൽസ് ആണ് വളരെ പ്രധാനം. എൻ്റെ ഡ്രീം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്നാണ്. ആ സമയത്ത് എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്നത് ഐ തിങ്ക് ഏറ്റവും ബെസ്റ്റ് ഹീറോസ് ആരാണെന്ന് ചോദിച്ചാൽ അത് സൈനികരാണ്. ഞാൻ കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ സൈനികർ തന്നെയാണ് നമ്മളെ സംരക്ഷിക്കുന്നത്. നേവി, എയർഫോഴ്സ്, ആർമി എല്ലാവരും ഉണ്ട്. ആർക്കൊക്കെ എത്രയൊക്കെ വലിയ ഫെയിം കിട്ടിയാലും അതൊന്നും ഒരു വലിയ കാര്യമല്ല. അതൊരു ആക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരനായിക്കോട്ടെ. ആക്ച്വലി ശരിക്കുമുള്ള ഫെയിം, ശരിക്കുമുള്ള ഹീറോസ് ആരാണെന്ന് ചോദിച്ചാൽ അത് ആർമിയായിട്ട് ബന്ധമുള്ളവരാണെന്ന് ഞാൻ പറയൂ. അവരാണ് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതെൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുന്നത്. നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ അൾട്ടിമേറ്റ് എയിം എന്തെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണമെന്നാണ്. അതിനേക്കാൾ സന്തോഷം കിട്ടുന്ന വേറൊന്നുമില്ല.